നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ശോഭ സുരേന്ദ്രന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക നൽകിയത് പാലക്കാട്ടെ സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. വളരെ സന്തോഷപൂർവം അവരെ സ്വീകരിച്ച് ആനയിച്ച് മുതിർന്ന ഓട്ടോ തൊഴിലാളി ബാബുവേട്ടനാണ് ശോഭ സുരേന്ദ്രന് തുക കൈമാറിയത്. ശോഭ സുരേന്ദ്രനോടൊപ്പം പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും നഗരസഭ കൗൺസിലർ എം ശശികുമാറും മറ്റു പ്രവർത്തകരും ഉണ്ടായിരുന്നു. ശോഭ സുരേന്ദ്രൻ അന്യസംസ്ഥാന തൊഴിലാളികളോട് അവരുടെ ഭാഷയിൽ സംസാരിച്ചത് കൗതുകമായി. നമുക്ക് ലൈവായി കാണാം. സമാഹരിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ പാലക്കാടിലെ സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകുന്നത് പച്ചക്കറി മാർക്കറ്റിലുള്ള സഹോദരന്മാരായിരുന്നു. അപ്പോ അവര് അവരുടെ വിഹിതം തരുന്നുണ്ട്. എന്നാൽ അവരതൊരു നല്ല സമയം നോക്കിയിട്ട് നാളെ നോമിനേഷന് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് അത് തരാനായിട്ട് തയ്യാറായിരുന്നു. അപ്പൊ ഞാനിവിടെ പ്രസംഗത്തിന് വേണ്ടി വന്ന സമയത്ത് പറഞ്ഞതാണ്. അപ്പോ നമ്മുടെ ഓട്ടോറിക്ഷ സഹോദരന്മാരൊക്കെ എവിടെയാണ്, അവരൊന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞ സമയത്താണ് ഇപ്പൊ ഇങ്ങനെ ഇവരും ഈ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള ഒരു തുക നൽകാം എന്നുള്ള ഒരു സ്നേഹവും അതുപോലെ തന്നെ ആഗ്രഹവും അറിയിച്ചത്. അതിന് തീർച്ചയായിട്ടും കടപ്പാടുണ്ടാവും. നമുക്ക് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഹൃദയത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ നാടിന്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് 100% ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തും. ഇപ്പൊ ഇവിടെ തന്നെ ISROയിലെ ഒരു അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞൻ, അദ്ദേഹം കഴിഞ്ഞ എത്രയോ ദിവസമായിട്ട് നമ്മുടെ കൂടെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് പാലക്കാടിൽ എങ്ങനെയാണ് കുടിവെള്ളത്തിന്റെ സ്രോതസ് ഉയർത്തേണ്ടത്, ജലസ്രോതസ്സിനെ എങ്ങനെ പാലക്കാട് ഉയർത്താൻ സാധിക്കും. കുടിവെള്ളം കിട്ടാത്ത ഒരു ഗ്രാമം പോലും പാലക്കാട് ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും വലിയ വികസിത സിറ്റി ആയിട്ട് നമുക്ക് പാലക്കാട് നിയോജകമണ്ഡലത്തെ മാറ്റാൻ സാധിക്കണം എന്ന് തുടങ്ങി ആളുകളുടെ ജീവിത നിലവാരത്തെ കുറിച്ച്, ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെ കുറിച്ചൊക്കെ വലിയ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ വന്ന് അവര് ഓരോ വ്യക്തിയെയും നേരിട്ട് കണ്ടുകൊണ്ട് കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് പാലക്കാടിന്റെ വികസന പ്രക്രിയയിൽ അവർ സൈലന്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു കൂട്ടം ചെറുപ്പക്കാര് IITയിൽ നിന്നും IIM നിന്നും ഒക്കെ വന്ന് വിവിധ സ്ഥലങ്ങളിൽ അവർ തന്നെ അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് അവര് താമസിക്കുന്നു, അവര് ഭക്ഷണം കഴിക്കുന്നു, അവരിവിടുത്തെ ജനങ്ങളുമായിട്ട് ഇവിടെ കണ്ണാടിയിലും പിരായിരിയിലും മാത്തൂരിലും ഒക്കെ അവര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പാലക്കാടിനെ വികസനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഏറ്റവും വലിയ സ്വപ്നത്തെ അതിനെ വാക്കാക്കി മാറ്റാൻ വേണ്ടി ഞാനും നിങ്ങളും നമ്മളെല്ലാവരും പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ആളുകൾ, മറ്റ് പ്രദേശത്തു നിന്നുള്ള ആളുകൾ, സംഘടനയെ സ്നേഹിക്കുന്നവർ, ഭാരതീയ ജനതാ പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഇവിടേക്ക് കടന്നു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. മനസ്സെനിക്കറിയാം. ഞാൻ എത്രയോ തവണ ഇവിടെയൊക്കെ ഓരോരുത്തരെയും കണ്ട് ഒറ്റയ്ക്കും അതുപോലെ തന്നെ കൂട്ടായും ഒക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ നാടിനെ മാറ്റണം. അതിന് നമ്മുടെ സംഘടനാ ദൃഷ്ടിയിൽ കണ്ണാടി, പിരായിരി, മാത്തൂർ ഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ബിജീഷാണ്. ഈ പ്രദേശത്ത് നമ്മുടെ ശശിയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് മണ്ഡലത്തിൽ സംഘടനാപരമായിട്ട് നേതൃത്വം നൽകുന്നത്. എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് ശ്രീ സ്മിതേഷും അതുപോലെ തന്നെ പ്രമിള ചേച്ചും ഉൾപ്പെടെയുള്ള ആളുകള് അഹോരാത്രം പ്രവർത്തിക്കുന്നത്. എന്നാൽ നമ്മൾ കാണാത്ത നമ്മുടെ മാതൃ സംഘടനയുടെ ശക്തി എന്ന് പറയുന്നത് ഓരോ ഗ്രാമങ്ങളിലും അവർ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വലിയ ഒരു പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടു കൂടി നോക്കിക്കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. തുക കൈമാറുന്നത് ബാബുവേട്ടനാണ്. നമ്മുടെ ഇവിടെ നോക്കാം.
ഉള്ളിൽ വളരെയേറെ ചിരിക്കുകയാണ്. കാരണം ഒരു കാര്യം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശൻ സമ്മതിച്ചു കഴിഞ്ഞു. പാലക്കാട് BJP സ്ഥാനാർത്ഥിയാണ് വിജയിക്കാൻ പോകുന്നത്. അപ്പോ അതിന്റെ വെപ്രാളവും അതിന്റെ ആശങ്കയും ചേർന്നുകൊണ്ട് മുൻകൂർ ജാമ്യമെടുത്തിരിക്കുകയാണ് ശ്രീമാൻ വി ഡി സതീശൻ. ഇവിടെ എത്രയോ കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, സംഗീതപ്രദമായിട്ടുള്ള കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനുള്ള സാധ്യത പോലും കൊടുക്കാൻ സാധിക്കാതെ പൊതുപ്രവർത്തന രംഗത്തോ നാട്ടിൽ ജനസേവനത്തിനോ വേണ്ടി 1 മണിക്കൂർ പോലും ജീവിതത്തില് സ്പെൻഡ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് UDFന്റെ ടിക്കറ്റ് കൊടുത്തത് ആരുടെ കുറ്റമാണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെ കുഴപ്പമാണ്. അപ്പോൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ BJP NDA ചർച്ച ചെയ്യുന്നത് വികസനമാണ്. കേരളത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദിജി പറയുന്നത്, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്നുള്ളതാണ്. ഈ പോയിന്റിനെ മുന്നിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഓരോ വർഷവും ജനങ്ങൾക്കിടയിലേക്ക് എത്രയോ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി, അദ്ദേഹം കേരളത്തിൽ വന്ന് പറഞ്ഞത് ജനങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ പാലക്കാട് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, പാലക്കാട് നിയോജകമണ്ഡലത്തിൽ 70 വർഷം ലാപ്സ് ആക്കി കളഞ്ഞു. ജനങ്ങൾ സഹിക്കുമോ? ജനങ്ങൾ കൊടുക്കുമോ? കാരണം മാറി മാറി കോൺഗ്രസും അതുപോലെ തന്നെ കുറഞ്ഞ വർഷമെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയും അധികാരത്തിലിരുന്ന് MLA സീറ്റിലിരുന്ന ഒരു മണ്ഡലത്തിൽ കുടിക്കാൻ ഇപ്പോഴും കുടിവെള്ളമില്ല, യാത്ര ചെയ്യാൻ നല്ല റോഡുകളില്ല. പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കേരളത്തിലെ നമ്പർ 2, അതായത് ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞാൽ 1ാം സ്ഥാനം കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മോഡൽ സ്കൂള് കഴിഞ്ഞ MLA പറഞ്ഞു, ഞാനിത് ഡിജിറ്റലൈസേഷൻ ചെയ്തു തരും 1 മാസം കൊണ്ട്. ഇപ്പൊ എവിടെ എത്തി? അതായത് ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കാതെ, എന്നാൽ പാലക്കാട് മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികസനം നാട്ടിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യവും ആ കണക്കും മുനിസിപ്പാലിറ്റി ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ പറയുന്നത്, മാത്തൂരിലെയും പിരായിരിയിലെയും കണ്ണാടിയിലെയും ജനങ്ങളുടെ അവരുടെ ആവശ്യങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ നിയോജക മണ്ഡലത്തിന് ജനങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു MLA വേണം എന്നുള്ളതാണ്. അത് ശ്രീമാൻ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ നിൽക്കുന്ന അവരുടെ പാലക്കാട്ടുകാരുടെ ശോഭയ്ക്ക് കോൺഗ്രസും വോട്ട് ചെയ്യും, മാർക്സിസ്റ്റ് പാർട്ടിക്കാരും വോട്ട് ചെയ്യും എന്നുള്ള ഒരു സാഹചര്യം പാലക്കാട് നിയോജകമണ്ഡലത്തിലാക്കുന്നു. का भाजपा का स्टेट जनरल सेक्रेटरी है। आपका परिवार यहाँ है? नहीं, हम सिंगल है, काम करता है होटल में। कौन सा जगह से आया है? कोयल मंदम। ओके, सो मैंने आम का कैंडिडेट है, उम्मीदवार। मेरा कमल है। मैं जीतने के बाद कोयलमंदम में भी आने के लिए मैं तैयार है। ये चारों प्रदेशों से आने वाला सब भाई और बहनों के लिए काम करने के लिए भी मैं तैयार हूँ। ये एक मुसलमान और क्रिश्चियन और हिंदू सब लोगों की हृदय और भूमि है हमारा भारत। सो हम इकट्ठा करके हमारा राष्ट्र आगे बढ़ाने के लिए काम करें। आप यहाँ बहुत कठिनाइयाँ सहन करके काम करके पैसा इकट्ठा करके घर में भेजती है। इज इट राइट? ओके, हाँ राइट है। सो आपका परिवार को अच्छी तरह आगे बढ़ाने के लिए और आपका शादी हो गया? नहीं, सब बैचलर्स है। सो माँ और बाप घर के सभी लोगों को शुभकामना देती हूँ मैंने। നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.